ഞാൻ മറ്റൊരു സാഹചര്യം ആലോചിക്കുകയായിരുന്നു സനീഷെ. ജന്തർ മന്ദറിൽ സമരം ഉണ്ടായില്ല. വിസ്മയ മോഹൻലാലിൻ്റെ സിനിമ വരുന്നു, തുടക്കം എന്ന സിനിമ വരുന്നു, അതിൻ്റെ ട്രെയിലർ ലോഞ്ച് ഇങ്ങനെ അങ്ങ് സംഭവിക്കുന്നു എങ്കിൽ വലിയ ആഘോഷത്തോടെ അത് സ്വീകരിക്കുന്ന പലരും ഇപ്പോൾ വിസ്മയെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒറ്റ കാരണമേ ഉള്ളൂ. അതിന് മറ്റെന്തെല്ലാം കാരണങ്ങൾ, കമൻറ്റുകളുടെ സ്വഭാവം എന്തു തന്നെയായാലും ഒറ്റ കാരണമേ ഉള്ളൂ. അവരൊരു അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം എന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പക്ഷപാതിത്വത്തോടെ പറഞ്ഞതുപോലുമല്ല. കുട്ടികളെ ഇങ്ങനെ ആക്രമിക്കുന്നത് ശരിയല്ല ഭരണകൂടം എന്നുള്ളതാണ് അതിൻ്റെ ആകത്തുക, അവർ പറഞ്ഞതിൻ്റെ ആകത്തുക. ആ കാര്യത്തിൽ വളരെ വ്യക്തമായ ബോധ്യത്തോടെയാണ് അവർ ആ കാര്യം പറഞ്ഞത്. അവരത് പറഞ്ഞു എന്ന് മാത്രമല്ല, ഇതിപ്പോൾ ആ കാര്യത്തിൽ കൂടുതൽ ഉറപ്പ് കിട്ടിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോഹൻലാലിനെ കേട്ടിട്ടുണ്ട്, പ്രണവ് മോഹൻലാലിനെ കേട്ടിട്ടുണ്ട്. പക്ഷേ ആ കുടുംബത്തിലുള്ള മറ്റ് രണ്ടുപേരെയും നമ്മളധികം കേട്ടിട്ടില്ല. ഇപ്പോൾ സുചിത്രയെ ആയാലും വിസ്മയയെ ആയാലും അവരെ ഇപ്പോഴാണ് നമ്മൾ കേൾക്കുന്നത്. എനിക്ക് സുചിത്രയെ കൂടുതൽ കേൾക്കണമെന്ന് സത്യം പറഞ്ഞാൽ തോന്നി, അവരുടെ ഒരു അഭിമുഖമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ. അതിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യം ഉയരുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ മക്കളോട് പറയും ഫ്രീഡം ഓഫ് തോട്ട്, ഫ്രീഡം ഓഫ് സ്പീച്ച്, ഇതെല്ലാം അവരെ പഠിപ്പിച്ചു കൊടുക്കും. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഇതെല്ലാം അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം. പക്ഷേ നിങ്ങൾ ചിന്തിച്ചോ, ആ ഫ്രീഡം ഓഫ് തോട്ട് നടക്കട്ടെ, പക്ഷേ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ വേണ്ട എന്ന മട്ടിലല്ലോ നമ്മൾ ഇവരോട് കാര്യങ്ങൾ പറയുന്നത്. അവരുടെ അഭിപ്രായം, അവരുടെ ഉത്തമമായ ബോധ്യത്തിൽ അവർ പറയുന്നത്, ആ അഭിപ്രായം എങ്ങോട്ടും മാറ്റിവെക്കാൻ പോകുന്നില്ല. മേജർ രവി അമ്മാവൻ ഇത് കേട്ട് തളർന്നു വീണിട്ടുണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ പറഞ്ഞത് ഒന്നുകൂടി മേജർ രവിയെ കേൾപ്പിച്ചാലും മേജർ രവിക്ക് അത് എന്താണെന്ന് മനസ്സിലാകാൻ പോകുന്നില്ല. ആ മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഈ വിസ്മയുടെ അമ്മാവനായിട്ട് അദ്ദേഹം വന്നിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞത്. ഈ സൈബർ ആക്രമണത്തിൻ്റെ പ്രധാന കാരണക്കാരിൽ ഒരാൾ ആ മേജർ രവിയാണെന്ന് സംശയമില്ലാതെ പറയേണ്ടി വരും. കാരണം അങ്ങനെയാണ്, ഈ ഡോഗ് വിസിൽ കൊടുക്കുകയാണല്ലോ ആളുകൾക്ക്. അപ്പോൾ ആ നിലയ്ക്ക് ഇതൊന്നും അഭിപ്രായം പറയാൻ ശേഷിയില്ലാത്ത ഒരാൾ എന്നുള്ള മട്ടിലാണ് ഇവരെ അവതരിപ്പിക്കുന്നത്. പിന്നെ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്താണ്? എഴുതിയതല്ലേ ഉള്ളൂ, നേരിട്ട് കാണാൻ പോവുകയാണല്ലോ. അയാൾ വന്ന് അവതരിക്കുന്നു, വിസ്മയ അവതരിക്കുന്നു. വിസ്മയ വളരെ സ്വാഭാവികമായി ആ കാര്യത്തിലൊരു മാറ്റവും ഇല്ല, പറഞ്ഞതാണ് എന്നുള്ള നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ ആ ആക്രമണത്തിൻ്റെ തീവ്രത വർദ്ധിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും അവർ തളരാനോ പോകുന്നില്ല. കാരണം എന്താണ്, അവർ ഈ തല്ലുകൊണ്ട തലമുറയിലെ ഒരു പ്രതീകം തന്നെയാണ്, അവരുടെ ഒരു പ്രതിനിധി തന്നെയാണ്. അവരിതുകൊണ്ട് തളരില്ല. നമ്മൾ ആ ജന്തർ മന്ദറിൽ തല്ലുകൊണ്ടവരാരെങ്കിലും അതിൽ തളർന്ന് പിന്തിരിയുന്നത് കണ്ടോ? ഇല്ലല്ലോ. ഈ ആക്രമണം കൊണ്ടും ഇവർ പിന്തിരിയാൻ പോകുന്നില്ല. അവരവരുടെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കും. ഇപ്പോൾ മോഹൻലാലിനെ നമ്മൾ കണ്ടിട്ടുള്ളത്, വ്യക്തിപരമായി ഞാൻ മോഹൻലാലിനെ മാറി നിന്ന് നിരീക്ഷിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹം രാഷ്ട്രീയമായി ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടല്ല പലപ്പോഴും ഒരു വിഷയത്തിൽ അദ്ദേഹം ഇടപെടാറുള്ളത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പരിധിവരെ അരാഷ്ട്രീയവാദിയാണ് എന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഈ വളരെ നിസ്സാരമായ ചില തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ വളരെ വിനയത്തോടെ അതനുസരിക്കുന്ന മോഹൻലാലിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം നമ്മളെ വിസ്മയിപ്പിച്ചത്, ഇതൊക്കെ നമ്മളിങ്ങനെ കൗതുകത്തോടെ നമ്മൾ നോക്കി നിന്നിട്ടേ ഉള്ളൂ മോഹൻലാലിനെ. അതേസമയം അദ്ദേഹം നമ്മളെ അഭിനയം കൊണ്ടാണ് നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ മോഹൻലാലിൻ്റെ മകൾ അഭിനയ രംഗത്തേക്ക് വരുന്നു. അവർ എങ്ങനെയാണ് അവരാ കടന്നു വരുന്ന മേഖലയിൽ കഴിവ് തെളിയിക്കുമോ? അവരുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും? ആ സിനിമ എങ്ങനെയായിരിക്കും? ഈ ചിന്തയ്ക്കപ്പുറം എല്ലാവരും ചർച്ച ചെയ്യുന്നത് എന്താണ്? ഒന്ന്, അവർക്കെതിരെയുള്ള സൈബർ ആക്രമണം. പിന്നെ നമ്മൾ സൈബർ ആക്രമണത്തെക്കുറിച്ചുള്ള ചർച്ച. ഈ മട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ഈ കാര്യത്തിൽ മറ്റു കൂടുതലൊന്നും പറയാനില്ല. ഈ സുചിത്ര പറഞ്ഞ അഭിപ്രായത്തിൽ തന്നെയാണ് ഞാനും ഉറച്ചു നിൽക്കുന്നത്. ഈ ചിന്തിക്കാനുള്ള അവകാശം അവർക്കുണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശവും അവർക്കുണ്ട്. അവർ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും അനുകൂലിച്ചോ ഒരു രാഷ്ട്രീയ പക്ഷപാതിത്വത്തോടെയോ അല്ല അവർ ആ കാര്യങ്ങൾ പറഞ്ഞത്. ആ കാര്യത്തിൽ അവർ പറഞ്ഞ വിഷയത്തിൽ ഈ തീവ്രതയിൽ അവർ കാണുന്നത് ഭയങ്കര വിചിത്രമായി തോന്നുന്നു. ഇതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട്. ഈ പല അമ്മാവന്മാരും പല രീതിയിൽ അവതരിപ്പിക്കും. ചില സോഷ്യൽ മീഡിയ അമ്മാവന്മാരും അവതരിക്കും. ഈ സർക്കാരിൽ തന്നെ ഏതോ ഉന്നത മേഖലയിലൊക്കെ പ്രവർത്തിച്ച ഒരു കക്ഷി, ആളുടെ പേര് എനിക്കിപ്പോൾ കൃത്യമായി ഓർമ്മയിൽ വരുന്നില്ല, ഫേസ്ബുക്കിൽ എഴുതിയതെന്ന് ഞാൻ വായിച്ചു. ലാലേട്ടനെ കണ്ടാൽ എനിക്ക് കെട്ടിപ്പിടിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ലാലേട്ട, പിന്നെ പക്ഷികളാണ്.
പക്ഷേ ലാലേട്ട എനിക്കാളെ മകൾ പക്ഷേ മകൾ പ്രകാശം പറക്കട്ടെ. അതെ അതെ ഒരു പ്രകാശം പറക്കട്ടെയാണ്. പക്ഷേ മകൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ലാലേട്ടൻ ആലോചിക്കേണ്ടത്, ലാലേട്ടൻ ഒരു എന്താണ് മറ്റേ പട്ടാളത്തിൻ്റെ ഒരു കേണൽ പദവിയുള്ളയാളാണല്ലോ. അപ്പോൾ ഈ രാജ്യത്തിനെതിരെയാണല്ലോ. എന്നിട്ട് പറഞ്ഞ് വിസ്മയ മോഹൻലാലിനെ മകളെ രാജ്യദ്രോഹിയാക്കുന്ന വഴിയിലേക്ക് അയാൾ കൊണ്ടെത്തിക്കുകയാണ്. ഇവിടെ സംസ്ഥാന സർക്കാരിൽ എന്തോ പദവിയൊക്കെ വഹിച്ചിട്ടുള്ള ആളാണ്, ഇപ്പോൾ വിദേശത്ത് എവിടെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അമ്മാവനാവും, വിഷയങ്ങളിൽ അമ്മാവനായി അവതരിക്കുന്ന ഒരു കക്ഷിയാണ്. കൃത്യമായ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാവും. ഈ മണമടിക്കുമല്ലോ ആ രാഷ്ട്രീയത്തിൻ്റെ, അപ്പോൾ ആ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാവും. അയാളും ഇന്ന് വളരെ കൃത്യമായി ഇടപെട്ട് ഈ സൈബർ ലെഞ്ചിങ്ങിൽ അയാളുടേതായ പങ്ക് രേഖപ്പെടുത്തി മുമ്പോട്ട് പോവുകയാണ്. ഇതാണ് അവസ്ഥ.